നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശാസ്ത്രലോകത്തെ ശരിക്കും പിടിച്ചുകുലുക്കിയ ഒരു വലിയ നിഗൂഢതയെക്കുറിച്ചാണ്. ഭൗതികശാസ്ത്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമങ്ങളൊക്കെ തെറ്റാണോ എന്ന് ശാസ്ത്രജ്ഞർ ഒരു നിമിഷം ചിന്തിച്ചുപോയ ഒരു പ്രതിഭാസം. അതെ, ബീറ്റാ ശോഷണത്തിന്റെ ആരും പറയാത്ത കഥയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചുവെച്ച കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് പെട്ടെന്നൊരു ദിവസം തെളിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? ശാസ്ത്രജ്ഞർക്ക് ഏതാണ്ട് അങ്ങനെയൊരു അവസ്ഥയായിരുന്നു. എന്തായിരുന്നു അവരെ അത്രയധികം കുഴപ്പത്തിലാക്കിയത്? നമുക്ക് നോക്കാം. ശരി, അപ്പോൾ ഈ നിഗൂഢതയുടെ തുടക്കം എവിടെ നിന്നാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ എല്ലാം കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ബീറ്റാ ശോഷണം അഥവാ ബീറ്റാ ഡീകെ എന്നറിയപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു ആറ്റം അതിൻ്റെ ഉള്ളിലുള്ള കണികകളുടെ എണ്ണം ക്രമീകരിച്ച് സ്റ്റേബിളാകാൻ ശ്രമിക്കുന്ന ഒരു പരിപാടിയാണിത്. അതായത് ഒരു ആറ്റം അതിൻ്റെ ഐഡന്റിറ്റി തന്നെ മാറ്റി കൂടുതൽ സ്ഥിരതയുള്ള മറ്റൊന്നായി മാറാൻ ശ്രമിക്കുന്നു. നമ്മളിതൊരു കുറ്റാന്വേഷണ കഥ പോലെ കണ്ടാൽ ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന തെളിവുകൾ. 3 രീതിയിലാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. ഒന്നാമത്തേത് നെഗറ്റീവ് ബീറ്റാ ഡീകെ. ഇതിൽ ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോണായി മാറും. രണ്ടാമത്തേത് പോസിറ്റീവ് ബീറ്റാ ഡീകെ. ഇതിൽ നേരെ തിരിച്ച് ഒരു പ്രോട്ടോൺ ന്യൂട്രോണായി മാറും. പിന്നെ മൂന്നാമതൊരെണ്ണമുണ്ട്, ഇലക്ട്രോൺ ക്യാപ്ചർ. ഇവിടെയും ഒരു പ്രോട്ടോൺ ന്യൂട്രോണായി മാറുകയാണ്. പക്ഷേ അടുത്തുള്ള ഒരു ഇലക്ട്രോണിനെ പിടിച്ചെടുത്തിട്ടാണ് ആ മാറ്റം സംഭവിക്കുന്നത്. കേൾക്കുമ്പോൾ ഇതൊക്കെ വളരെ ലളിതമായി തോന്നാം, അല്ലേ? പക്ഷേ ഈ പ്രക്രിയ അക്കാലത്തെ ഭൗതികശാസ്ത്ര ലോകത്തുണ്ടാക്കിയ തലവേദന ചില്ലറയല്ല. ശാസ്ത്രത്തിന്റെ അടിത്തറ തന്നെയാണോ ഇളകുന്നത് എന്ന് പലരും ഒരു നിമിഷം ചിന്തിച്ചുപോയി. അതിന് കാരണമെന്താണെന്ന് വെച്ചാൽ, പരീക്ഷണങ്ങളിൽ കണ്ട കാര്യങ്ങൾ നിലവിലുള്ള ഒരു ഫിസിക്സ് നിയമങ്ങളുമായിട്ട് ഒട്ടും യോജിക്കുന്നില്ലായിരുന്നു. കണക്കുകൂടലുകൾ ഒരു കാര്യം പറയുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മറ്റൊന്ന്. ഇവിടെയാണ് പ്രശ്നം കൂടുതൽ ഗൗരവമാകുന്നത്. നോക്കൂ, നിയമമനുസരിച്ച് ഈ പ്രോസസ്സിൽ പുറത്തുവരുന്ന ഇലക്ട്രോണിന് എപ്പോഴും ഒരേ എനർജി ആയിരിക്കണം. പക്ഷേ പരീക്ഷണങ്ങളിൽ കണ്ടതോ പല റേഞ്ചിലുള്ള എനർജിയാണ്. അതുമാത്രമല്ല, ഇലക്ട്രോണും പുതിയ ന്യൂക്ലിയസും കൃത്യമായി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേ പോകണം. പക്ഷേ അതും സംഭവിച്ചില്ല. അവ പല ആംഗിളുകളിലേക്ക് തെറിച്ചുപോയി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താ സംഭവിച്ചത്? ഊർജ്ജ സംരക്ഷണ നിയമം, ആക്ക സംരക്ഷണ നിയമം, സ്പിൻ സംരക്ഷണ നിയമം, അതായത് ഫിസിക്സിലെ ഏറ്റവും അടിസ്ഥാനപരമായ, ഏറ്റവും പവിത്രമായി കരുതുന്ന 3 നിയമങ്ങൾ ഒറ്റയടിക്ക് ലംഘിക്കപ്പെടുകയാണോ എന്ന് തോന്നിപ്പോയി. അങ്ങനെ എല്ലാവരും തലപുകഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ കഥയിലെ ഹീറോ വരുന്നത്, വോൾഫ്ഗാങ് പോളി. ഈ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹം അതുവരെ ആരും ചിന്തിക്കാത്ത തികച്ചും വിപ്ലവകരമായ ഒരു ഐഡിയ മുന്നോട്ട് വച്ചു. 1930 പോളി ചോദിച്ചു, ഈ കാണുന്ന 2 കണികകൾക്കു പുറമെ നമ്മൾ കാണാത്ത ഒരു അദൃശ്യനായ മൂന്നാമൻ കൂടി ഈ പ്രോസസ്സിൽ പങ്കാളിയാകുന്നുണ്ടെങ്കിലോ? ഈ കാണാതായ ഊർജ്ജവും ആക്കവുമെല്ലാം ആ അദൃശ്യനായ പാർട്ടിക്കിൾ കൊണ്ടുപോകുന്നതാണെങ്കിലോ? പോളി ആ സാങ്കല്പിക കണികയ്ക്കൊരു പേരും കൊടുത്തു, ന്യൂട്രിനോ. ഈ പ്രഹേളികയുടെ ഉത്തരമാകണമെങ്കിൽ ഈ ന്യൂട്രിനോയ്ക്ക് ചില പ്രത്യേക സ്വഭാവങ്ങൾ വേണമായിരുന്നു. അതിന് ചാർജ് ഉണ്ടാകാൻ പാടില്ല, മാസ് ഏതാണ്ട് 0 പിന്നെ അതിന്റെ സ്പിൻ 1-2 ഇനി പോളിയുടെ ഈ ബ്രില്യന്റ് ഐഡിയ എങ്ങനെയാണ് ആ 3 വലിയ പ്രശ്നങ്ങളെയും ഒരുമിച്ച് പരിഹരിച്ചതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? സംഭവം വളരെ സിമ്പിളായിരുന്നു. ആ കാണാതായ എനർജി അത് കൊണ്ടുപോയത് ഈ ന്യൂട്രിനോ ആണ്. അങ്ങനെ ഊർജ്ജ സംരക്ഷണ നിയമം രക്ഷപ്പെട്ടു. പിന്നെ മൂന്നാമതൊരു പാർട്ടിക്കിൾ കൂടി വന്നപ്പോൾ മൊത്തം ആക്കം അഥവാ മൊമെന്റം ബാലൻസായി. അതും ശരിയായി. അവസാനം സ്പിൻ, ന്യൂട്രീനോയുടെ സ്പിന്ന് കൂടി കണക്കിലെടുത്തപ്പോൾ അതും കൺസേർഡായി. അങ്ങനെ ഒറ്റയടിക്ക് 3 നിയമങ്ങളെയും ന്യൂട്രീനോ രക്ഷിച്ചു. പക്ഷേ ഇങ്ങനെയൊരു കണികയുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആരും അതിനെ കാണാത്തത്? അതാണ് അടുത്ത ചോദ്യം. കാരണം ഈ ന്യൂട്രിനോ എന്ന് പറയുന്ന ആൾ ഒന്നുമായും പ്രതിപ്രവർത്തിക്കില്ല. ഒരു പ്രേതത്തെപ്പോലെ എല്ലാറ്റിൻ്റെയും ഉള്ളിലൂടെ അത് കടന്നുപോകും. നിങ്ങളെ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയാം. ഒരു സാധാരണ ന്യൂട്രിനോയ്ക്ക് 100 പ്രകാശവർഷം കട്ടിയുള്ള ഒരു ഇരുമ്പ് പാളിയിലൂടെ ഒരു കുഴപ്പമില്ലാതെ കടന്നുപോകാൻ കഴിയും, ഒന്നുമായും കൂട്ടിയിടിക്കാതെ. അത്രയ്ക്കും ദുർബലമാണ് അതിന്റെ പ്രതിപ്രവർത്തനം. അപ്പോ ഈ ന്യൂട്രീനോയുടെ കണ്ടുപിടുത്തം വെറുമൊരു പ്രഹേളികയ്ക്ക് ഉത്തരം നൽകുക മാത്രമല്ല ചെയ്തത്, അത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു. പോളി ഈ ഐഡിയ മുന്നോട്ട് വെച്ച് 23 വർഷങ്ങൾക്ക് ശേഷമാണ് 1953 ശാസ്ത്രജ്ഞർക്ക് ആദ്യമായി ഒരു ന്യൂട്രിനോയെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ പരീക്ഷണങ്ങൾ എത്രത്തോളം കഠിനമായിരുന്നിരിക്കണമെന്ന്. അതായത് ബീറ്റാ ശോഷണത്തിന്റെ കാരണം തേടിപ്പോയ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതെന്താണെന്നോ? പ്രപഞ്ചത്തിലെ ഒരു പുതിയ അടിസ്ഥാന ബലത്തെയാണ്.
അതിനെയാണ് നമ്മളിന്ന് ദുർബല ക്ഷീണബലം അഥവാ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇതോടെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന 4 അടിസ്ഥാന ബലങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് പൂർത്തിയായി. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റി, പിന്നെ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ബീറ്റാ ശോഷണത്തിന്റെ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നൊരു വലിയ പാഠമുണ്ട്. നമ്മൾ കാണുന്നതിനും അപ്പുറത്ത് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതാണത്. ഈ ഒരു ചോദ്യത്തോടെ നമുക്കിന്നത്തെ ഈ വിവരണം അവസാനിപ്പിക്കാം. ഇനിയും കണ്ടെത്താനായി നമ്മുടെ പ്രപഞ്ചത്തെ രഹസ്യമായി രൂപപ്പെടുത്തുന്ന ഏതൊക്കെ അദൃശ്യ കണികകൾ ഉണ്ടാകാം ഒന്നാലോചിച്ചു നോക്കൂ.